എല്ലാവർക്കും നമസ്കാരം. ടെമ്പസ്റ്റ് 2 ഒറിജിനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ പ്രധാനമായും അവതരിപ്പിക്കുന്നത് +1 ബോട്ടണിയിലെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ഭാഗങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. കഴിഞ്ഞ 5 വീഡിയോ ക്ലാസ്സുകളിൽ ആദ്യത്തെ 5 ചാപ്റ്ററുകൾ വളരെ വിശദമായി പരിചയപ്പെടുകയുണ്ടായി. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് കവർ ചെയ്ത് പോരുന്നത്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്ന് ലഭിക്കുന്ന നല്ല കമന്റുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും വീഡിയോ ക്ലാസ്സുകൾ വളരെ ഊർജ്ജസ്വലമായി ചെയ്യാൻ പരിശ്രമിച്ചു വരികയാണ്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എങ്കിൽ ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ ഒന്ന് വിശദമായി പരിചയപ്പെടാം. ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ 10.1.1 ഫേസസ് ഓഫ് സെൽ സൈക്കിൾ, 10.2 to 10.2.5 എം ഫേസ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ്, സൈറ്റോകൈനസിസ്, 10.4 to 10.4.2 മിയോസിസ്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. ഇതിലാദ്യം ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. സെൽ സൈക്കിളിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ടൈം ടേക്കൺ ഫോർ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ നടക്കാനായിട്ട് എത്ര സമയമാണ് എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. ദ ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ വാരി ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം ആൻഡ് ഓൾസോ ഫ്രം സെൽ ടൈപ്പ് ടു സെൽ ടൈപ്പ്. ഇൻ ടിപ്പിക്കൽ യൂക്കാരിയോട്ടിക് സെൽ, സെൽസ് ഡിവൈഡ് വൺസ് ഇൻ എവറി 24 hours. ഈച്ച് സെൽ ഡിവൈഡ് ഇൻ എവറി 90 minutes. അതായത് ഓരോ സെല്ലുകളുടെയും ഡിവൈഡ് ചെയ്യാനുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഹ്യൂമൻ സെൽസ് ആണെങ്കിൽ 24 മണിക്കൂർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈസ്റ്റ് സെല്ല് 90 മിനിറ്റുകൾ കഴിയുമ്പോഴാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഈ സെൽ സൈക്കിളിൽ 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് കാണുന്നത്. ആദ്യത്തെ ഇൻ്റർഫേസും രണ്ടാമത്തെ എം ഫേസുമാണ്. എം ഫേസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഡിവിഷൻ ഫേസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സെൽ സൈക്കിളിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുകയാണ്. അതിൽ ഇൻ്റർഫേസിൽ G1S, G2 എന്ന് പറയുന്ന സബ് സ്റ്റേജുകളും ഡിവിഷൻ ഫേസിലെ കാരിയോകൈനസിസും സൈറ്റോകൈനസിസുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് വിശദമായി പരിചയപ്പെടാം. ഇൻ്റർഫേസ് ലാസ്റ്റ് more than 90% of the duration of cell cycle. അതായത് ഓരോ സെൽ സൈക്കിളിലും 95% ഇൻ്റർഫേസ് ആണ്. ബാക്കി 5% മാത്രമാണ് ഡിവിഷൻ ഫേസായി വരുന്നത്. ഈ ഇൻ്റർഫേസിനെ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളായി തിരിക്കാം. G1 ഫേസ്, ഇത് ഗ്യാപ്പ് ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും മൈറ്റോസിസിൻ്റെയും DNA റീപ്ലിക്കേഷൻ വരുന്ന ഫേസിൻ്റെയും ഇടയ്ക്കാണ് G1 ഫേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫേസ് ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് എന്ന് അറിയപ്പെടും. മെറ്റാബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഘട്ടമാണിത്. എസ് ഫേസ്, ഇറ്റ് ഈസ് ദ പീരിയഡ് ഇൻ വിച്ച് DNA സിന്തസിസ് ഓർ റീപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ്. DNA റീപ്ലിക്കേഷൻ അല്ലെങ്കിൽ DNA എമൗണ്ട് ഇരട്ടിയാകുന്ന ഒരു ഘട്ടമാണ് എസ് ഫേസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസാണിത്. വാട്ട് ഹാപ്പൻസ് ടു DNA ആഫ്റ്റർ എസ് ഫേസ്? ഡ്യൂറിങ് എസ് ഫേസ്, എമൗണ്ട് ഓഫ് DNA പെർ സെൽ ഡബിൾസ്. DNAയുടെ കണ്ടന്റ് ഇരട്ടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇഫ് ദ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് DNA is denoted as 2C, then it increases to 4C. DNAയുടെ കണ്ടന്റ് ഇരട്ടിയായി വർദ്ധിക്കുന്നു എന്ന് നമുക്കിതിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ബട്ട് ദ ക്രോമോസോം നമ്പർ ഇസ് നോട്ട് ചേഞ്ച്ഡ്. ക്രോമോസോമിൻ്റെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഒരു വ്യത്യാസവും ക്രോമോസോമിൻ്റെ എണ്ണത്തിൽ വരുന്നതായി
കാണുന്നില്ല. ഇവൻസ് ഇൻ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. എസ് ഫേസിൽ ന്യൂക്ലിയസിൽ എന്ത് നടക്കുന്നു, സൈറ്റോപ്ലാസിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്കിവിടെ കാണാം. ഇൻ അനിമൽ സെൽസ് ഡ്യൂറിംഗ് ദ എസ് ഫേസ് DNA replication begins in nucleus and centriole duplication takes place in cytoplasm. അതായത് എനിമൽ സെൽസിലെ എസ് ഫേസിലെ ന്യൂക്ലിയസിൽ വെച്ചാണ് DNA റിപ്ലിക്കേഷൻ നടക്കുന്നത്. എന്നാൽ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസിൽ വെച്ചാണ്. വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ ഘട്ടമാണ് G2 ഫേസ്, ഗ്യാപ്പ് 2 ഫേസ് എന്നും അറിയപ്പെടും. During the G2 phase, proteins are synthesized in preparation for mitosis while cell growth continues. അതായത് ഈ G2 ഫേസിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഫേസ് തന്നെയാണ്. ആർഎൻഎയും പ്രോട്ടീൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഘട്ടമാണ് G2 ഫേസ്. ഇവിടെ ഡിവിഷൻ ഫേസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് G2 ഫേസിൽ നടക്കുന്നത്. G1 ഫേസിൽ DNA റീപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കണ്ടതെങ്കിൽ G2 ഫേസിൽ മൈറ്റോസിസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കാണുന്നത്. M phase or mitosis phase. M phase represents actual cell division or mitosis. The M phase starts with the nuclear division and the separation of daughter chromosomes, karyokinesis. It ends with the division of cytoplasm, cytokinesis. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ കടന്നുപോകും. ന്യൂക്ലിയർ ഡിവിഷൻ, കാരിയോകൈനസിസ് എന്ന് പറയും. ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം, സൈറ്റോകൈനസിസ് എന്ന് പറയും. ഈ രണ്ട് ഡിവിഷനും നടന്നു കഴിയുമ്പോഴാണ് ഒരു സെല്ല് പൂർണ്ണമായി ഡിവൈഡ് ചെയ്തു എന്ന് പറയുന്നത്. ക്വിസന്റ് സ്റ്റേജ് G0. സം സെൽസ് ഇൻ അഡൽട്ട് അനിമൽസ് ഡു നോട്ട് എക്സിബിറ്റ് ഡിവിഷൻ. എക്സാമ്പിൾ ഹാർട്ട് സെൽസ്. എക്സിറ്റ് G1 ഫേസ് ടു എൻ്റർ an inactive സ്റ്റേജ് കോൾഡ് ക്വിസന്റ് സ്റ്റേജ്. അതായത് അഡൽട്ട് അനിമൽസിൽ ഹാർട്ട് സെല്ല് പോലുള്ളതെല്ലാം G1 ഫേസിൽ നിന്ന് പുറത്തു കടക്കുകയും അങ്ങനെ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയുമാണ്. ആ ഇനാക്റ്റീവ് സ്റ്റേജിനെ ക്വിസന്റ് സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത്. ഈ സ്റ്റേജിൽ മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. സെൽസ് ഇൻ ദി സ്റ്റേജ് റിമെയിൻ മെറ്റാബോളിക്കലി ആക്റ്റീവ് ബട്ട് നോ ലോങ്ങർ പ്രോളിഫറേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെന്റ് ഓഫ് ദ ഓർഗാനിസം. ഈ ക്വിസന്റ് സ്റ്റേജിൽ വരുന്ന സെല്ലുകൾ മെറ്റാബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും. അത്തരം സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും മറ്റുള്ള റിക്വയർമെന്റ് അനുസരിച്ച് മാത്രമേ അത് പ്രോളിഫറേറ്റ് ചെയ്യുന്നുള്ളൂ. മൈറ്റോസിസ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഡ്രാമാറ്റിക് പീരീഡ് ഓഫ് ദ സെൽ സൈക്കിൾ. സെൽ സൈക്കിളിലെ വളരെയധികം സംഭവബഹുലമായ ഒരു ഘട്ടമാണ് എം ഫേസ് അല്ലെങ്കിൽ ഡിവിഷൻ ഫേസ് എന്നറിയപ്പെടുന്നത്. മൈറ്റോസിസ് ഈസ് ആൻ ഇക്വേഷണൽ ഡിവിഷൻ. വൈ? എന്തുകൊണ്ടാണ് മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയുന്നത്? The number of chromosomes in the parent and progeny cells is the same. Hence it is also called as equational division. അതായത് പാരന്റ് സെല്ലിലും പ്രോജനി സെൽസിലും ക്രോമോസോമിന്റെ എണ്ണം കൃത്യമാണ്. അതുകൊണ്ടാണ് മൈറ്റോസിസിനെ ഇക്വേഷൻ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. 4 ഘട്ടങ്ങളിലൂടെയാണ് മൈറ്റോസിസ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിവിഷൻ കടന്നു പോകുന്നത്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇതിലാദ്യം പ്രോഫേസ്. ഇറ്റ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് G2 ഫേസ്. പ്രോഫേസ് എന്ന ഘട്ടം പറയുകയാണെങ്കിൽ G2 ഫേസ് കഴിഞ്ഞ ഉടനെയാണ് ആരംഭിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കീ ഫീച്ചേഴ്സ്, എന്തൊക്കെ ഇവൻസ് ആണ് പ്രോഫേസിൽ കാണുന്നത്? ഒന്നാമതായിട്ട് ക്രോമോസോമൽ മെറ്റീരിയൽ കണ്ടൻസസ് ടു ഫോം കോമ്പാക്ട് മൈറ്റോട്ടിക് ക്രോമോസോംസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ക്രോമാറ്റിഡ്സ് അറ്റാച്ച്ഡ് ടുഗദർ അറ്റ് ദ സെൻട്രോമിയർ. അതായത് ക്രോമാറ്റിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ ക്രോമാറ്റിൻ മെറ്റീരിയൽസ് കണ്ടൻസ് ചെയ്ത് അത് തിക്ക് ആൻഡ് ഷോർട്ട് സ്ട്രക്ചർ ആയി മാറുകയാണ്. ഇതിനെ ക്രോമോസോംസ് എന്നാണ് പറയുന്നത്. 2 ക്രോമാറ്റിഡ്സ് സെൻട്രോമിയർ പാർട്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. രണ്ടാമത്തെ പോയിന്റ്, ഇനീഷ്യേഷൻ ഓഫ് അസംബ്ലി ഓഫ് മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫൈബേഴ്സ്. അതായത് സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ അസംബ്ലി ആരംഭിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അറ്റ് ദ എൻഡ് ഓഫ് പ്രോഫേസ് ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയേഴ്സ്. പ്രോഫേസിന്റെ എൻഡിൽ അല്ലെങ്കിൽ പ്രോഫേസ് ഘട്ടം കഴിയുന്നതോടെ ഈ പറയുന്ന ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്യുകയാണ്. ദ സെൻട്രിയോൾ ബിഗിൻസ് ടു മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സെൽ.
എനിമൽ സെല്ല് പ്രത്യേകിച്ച് സെൻട്രിയോള് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ പ്രോഫേസ് ഘട്ടത്തിൽ കാണാവുന്നതാണ്. മെറ്റാഫേസ്, ദ പ്ലെയിൻ ഓഫ് അലൈൻമെന്റ് ഓഫ് ക്രോമസോംസ് അറ്റ് മെറ്റാഫേസ് ഈസ് റെഫേർഡ് ടു ആസ് മെറ്റാഫേസ് പ്ലേറ്റ്. ക്രോമസോംസ് അലൈൻ ചെയ്തിരിക്കുന്നത് ഇക്വേറ്റർ റീജിയനിലാണ്. മാക്സിമം കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം. ഇൻ ദിസ് സ്റ്റേജ് condensation of chromosome is completed and morphology of chromosomes can be easily studied. വളരെ കൂടുതലായിട്ട് കണ്ടൻസേഷൻ നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കണ്ടൻസേഷൻ പൂർത്തിയാവുന്നത് കൊണ്ട് ക്രോമസോമിൻ്റെ മോർഫോളജി ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് മെറ്റാഫേസ് സ്റ്റേജിലാണ്. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്? സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റിക് ഓഫ് ദ ക്രോമസോം. ഇവിടെ സ്പിൻഡിൽ ഫൈബേഴ്സ് അസംബ്ലി നടന്നു എന്ന് കഴിഞ്ഞ സ്റ്റേജിൽ പറഞ്ഞെങ്കിൽ ആ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് ക്രോമസോമിൻ്റെ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള കൈനറ്റിക് കോറിൽ വന്ന് അറ്റാച്ച് ചെയ്യുകയാണ്. ക്രോമസോംസ് ആർ മൂവ് ടു സ്പിൻഡിൽ ഇക്വേറ്റർ ആൻഡ് ഗെറ്റ് അലൈൻ അലോങ് മെറ്റാഫേസ് പ്ലേറ്റ് ത്രൂ സ്പിൻഡിൽ ഫൈബേഴ്സ് ടു ബോത്ത് പോൾസ്. അങ്ങനെ ആ സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമോസോമുകൾ കിടക്കുന്ന സ്ഥലത്ത്, അതായത് ഇക്വേറ്റർ റീജിയണിൽ അതിലെ കൈനറ്റിക് കോറിൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് മെറ്റാഫേസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അനാഫേസ് കീ ഫീച്ചേഴ്സ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ഡോട്ടർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ്. ഇവിടെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുകയും ഡോട്ടർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുകയുമാണ്. ക്രൊമാറ്റിഡ്സ് മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾസ് ആൻഡ് സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമോസോം ഈസ് ടുവേർഡ്സ് ദ പോൾ. ക്രൊമാറ്റിഡ്സ് അല്ലെങ്കിൽ ഡോട്ടർ ക്രോമസോംസ് ഓപ്പോസിറ്റ് പോളിലേക്ക് ആയി നീങ്ങുകയാണ്. ആൻഡ് സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോം ഈസ് ടുവേർഡ്സ് ദ പോൾ. സെൻട്രോമിയർ ഓപ്പോസിറ്റ് പോൾ റീജിയനിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് ക്രോമാറ്റിഡ്സ് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുകയാണ്. ടെലോഫേസ്. ഇറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ് ഇൻ വിച്ച് ക്രോമസോംസ് റീച്ച്ഡ് ദെയർ റെസ്പെക്റ്റീവ് പോൾസ്. മൈറ്റോസിൻ്റെ അവസാനത്തെ സ്റ്റേജാണ് ടെലോഫേസ്. ഇവിടെ ഡോട്ടർ ക്രോമസോംസ് ഓപ്പോസിറ്റ് പോളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കീ ഫീച്ചേഴ്സ്. ക്രോമസോം ക്ലസ്റ്റർ അറ്റ് ഓപ്പോസിറ്റ് സ്പിൻഡിൽ പോൾസ് ആൻഡ് ദെയർ identity is lost as discrete elements. Chromosomes decondenses as chromatin material. ഇവിടെ ക്രോമസോംസ് ഓപ്പോസിറ്റ് പോളിൽ ക്ലസ്റ്റർ ചെയ്തിരിക്കുകയാണ്, ഒരു കൂട്ടമായിട്ട് കാണുകയാണ്. അങ്ങനെ ഇത്തരം ക്രോമസോംസ് ഡീകണ്ടൻസ് ചെയ്യുകയും അങ്ങനെ ക്രോമാറ്റിൻ മെറ്റീരിയലായിട്ട് മാറുകയാണ്. ക്രോമസോംസിൻ്റെതായിട്ടുള്ള ഐഡൻറ്റിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അത് ക്രോമാറ്റിൻ മെറ്റീരിയലായിട്ട്, ക്രോമാറ്റിൻ ഫൈബേഴ്സായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ന്യൂക്ലിയർ എൻവലപ്പ് assembles around the chromosome clusters. നേരത്തെ നഷ്ടപ്പെട്ടുള്ള ന്യൂക്ലിയർ എൻവലപ്പ് വീണ്ടും ഈ ക്രോമസോം ക്ലസ്റ്റേഴ്സിൻ്റെ ചുറ്റുമായിട്ട് കാണുന്നു. ന്യൂക്ലിയസ്, ഗോൾഗി കോംപ്ലക്സ് ആൻഡ് ER റീഅപ്പിയേഴ്സ്. ന്യൂക്ലിയസും ഗോൾഗി കോംപ്ലക്സും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവും എല്ലാം ഇവിടെ വീണ്ടും കാണുന്നു എന്നുള്ളതാണ്, വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. സൈറ്റോകൈനസിസ്. In this, two daughter cells separate by a process called cytokinesis. ന്യൂക്ലിയർ ഡിവിഷൻ ശേഷം സൈറ്റോകൈനസിസ് പൂർത്തിയാകുമ്പോഴാണ് രണ്ട് ഡോട്ടർ സെല്ലുകൾ ഫോം ചെയ്യുന്നത്. സൈറ്റോകൈനസിസ് ഇൻ എനിമൽ സെൽ. ഇൻ an animal cell, the appearance of furrow in the plasma membrane which gradually deepens and ultimately joins in the center, dividing the cell cytoplasm into two. എനിമൽ സെല്ലിന്റെ പ്രത്യേകത ഒരു ഫറോ പ്ലാസ്മ മെംബ്രെയിനിൽ ഫോം ചെയ്യുകയും അത് വളരെ സാവധാനം സെന്ററിലേക്ക് ഡീപ്പൻ ചെയ്ത് സൈറ്റോപ്ലാസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന അവസ്ഥയാണ്. ഇതാണ് എനിമൽ സെല്ലിലെ സൈറ്റോകൈനസിസ്. നെക്സ്റ്റ്, സൈറ്റോകൈനസിസ് ഇൻ പ്ലാന്റ് സെൽ. ഇൻ പ്ലാന്റ് സെൽസ്, വാൾ ഫോർമേഷൻ സ്റ്റാർട്ട്സ് ഇൻ ദ സെന്റർ ഓഫ് ദ സെൽ ആൻഡ് ഗ്രോസ് ഔട്ട്വാർഡ് ടു മീറ്റ് ദ ലാറ്റർ വാൾസ്. ദ ഫോർമേഷൻ ഓഫ് ന്യൂ സെൽ വാൾ ബിഗിൻസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് എ സിമ്പിൾ precursor called the cell plate that represents the middle lamella between the walls of the two adjacent cells. ഒരു പ്ലാന്റ് സെല്ലിലെ സെൽ വാൾ ഫോർമേഷൻ സെല്ലിൻ്റെ മധ്യഭാഗത്ത് നിന്ന് തുടങ്ങുകയും അത് ലാറ്ററൽ സൈഡിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇവിടെ പ്രിക്കർസർ സബ്സ്റ്റൻസ് ആയിട്ടുള്ള സെൽ പ്ലേറ്റ് ഫോർമേഷനാണ് ആദ്യം കാണുന്നത്. ആദ്യം സെൽ പ്ലേറ്റ് ഫോർമേഷനാണ് കാണുന്നതെങ്കിൽ അത് പിന്നീട് മിഡിൽ ലെമലയായി മാറി രണ്ട് സെല്ലുകളെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹൗ ഡു മൾട്ടിന്യൂക്ലിയർ കണ്ടീഷൻ ഡെവലപ്സ്? ഇൻ സം ഓർഗാനിസംസ്, കാരിയോകൈനസിസ് ഈസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്, ആസ് എ റിസൾട്ട് ഓഫ് വിച്ച്
multinucleate condition arises leading to the formation of syncytium. ചില സന്ദർഭത്തിൽ കാരിയോകൈനസിസ് നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഒരു സെല്ലിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇതിനെ സിൻസേഷ്യം എന്നാണ് വിളിക്കുന്നത്. ലിക്വിഡ് എൻഡോസ്പേം ഇൻ കോക്കനട്ട് വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിളായിട്ടാണ് പഠിക്കാനായിട്ടുള്ളത്. Meiosis. The cell division that reduces chromosome number by half result in the production of haploid daughter cells. This kind of division is called meiosis. പ്രധാനമായും മിയോസിസ് ജേമിനൽ സെൽസിലാണ് നടക്കുന്നത്. അങ്ങനെ ഗാമേറ്റുകൾ ഉണ്ടാകുന്നു. ഇവിടെ മിയോട്ടിക് ഡിവിഷന്റെ ഭാഗമായി ക്രോമോസോം നമ്പർ പകുതിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെല്ലുകൾ ഫോം ചെയ്യുന്നു. വാട്ട് ഹാപ്പൻസ് ടു സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ്? ഇവിടെ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. മിയോസിസ് എൻഷുവേഴ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് ഫേസ് ഇൻ ലൈഫ് സൈക്കിൾ ഓഫ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ്, വെറാസ് ഫെർട്ടിലൈസേഷൻ റീസ്റ്റോഴ്സ് ദ ഡിപ്ലോയിഡ് ഫേസ്. മിയോസിസിന്റെ ഭാഗമായി ഹാപ്ലോയിഡ് ഘട്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഫെർട്ടിലൈസേഷനിലൂടെ ഡിപ്ലോയിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കീ ഫീച്ചേഴ്സ്, മിയോസിസിന്റെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, മിയോസിസ് ഇൻവോൾവ്സ് 2 sequential cycles of nuclear and cell division called meiosis 1 and meiosis 2, but only a single cycle of DNA replication. പ്രധാനമായും മിയോസിസിൽ 2 ഘട്ടങ്ങളാണ് ഉള്ളത്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. ഇതിൽ DNA റീപ്ലിക്കേഷൻ ഒരു പ്രാവശ്യം മാത്രമേ നടക്കുന്നുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, മിയോസിസ് 1 ഈസ് ഇനീഷ്യേറ്റഡ് ആഫ്റ്റർ ദി പാരന്റൽ ക്രോമോസോംസ് ഹാവ് റീപ്ലിക്കേറ്റഡ് ടു പ്രൊഡ്യൂസ് ഐഡന്റിക്കൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അറ്റ് ദി എസ് ഫേസ്. അതായത് ഇവിടെ മിയോസിസ് 1 തുടക്കം കുറിക്കുന്നത് റീപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞ ആ സന്ദർഭത്തിൽ തന്നെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എസ് ഫേസിൽ പ്രൊഡ്യൂസ് ചെയ്ത ആ ഘട്ടത്തിൽ തന്നെ മിയോസിസ് 1 തുടക്കം കുറിക്കുന്നു എന്നാണ്. മൂന്നാമത്തെ പോയിന്റ്, മിയോസിസ് ഇൻവോൾവ്സ് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ് ആൻഡ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ദം. മിയോസിസിലെ ഒരു പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത് ഹോമോലോഗസ് ക്രോമോസോംസിന്റെ പെയറിംഗ് നടക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ അതിനെ തുടർന്ന് റീകോമ്പിനേഷൻ ആണ് പിന്നീട് കാണുന്നത്. നാലാമത്തെ പോയിന്റ്, 4 ഹാപ്ലോയിഡ് സെൽസ് ആർ ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് മിയോസിസ് 2. മിയോസിസ് 2 പൂർത്തിയാകുമ്പോൾ മിയോസിസ് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഡോട്ടർ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ മിയോസിസ് 1 വിവിധ ഘട്ടങ്ങൾ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടെലോഫേസ് 1. മിയോസിസ് 2 വിവിധ ഘട്ടങ്ങൾ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടെലോഫേസ് 2. മിയോസിസ് 1 മിയോസിസ് 2 ഇടയ്ക്ക് ഷോർട്ട് ഇന്റർവൽ വരുന്നു. അതിനെ ഇന്റർ കൈനസിസ് എന്നാണ് പറയുന്നത്. ഇവിടെ ആദ്യം മിയോസിസ് 1 പ്രോഫേസ് 1 എന്താണെന്ന് നോക്കാം. അതിലെ സബ്സ്റ്റേജസ് ആണ് പരിചയപ്പെടുന്നത്. ഫസ്റ്റ് വൺ, ലെപ്റ്റോട്ടിൻ സ്റ്റേജ്. ദി ക്രോമോസോം ബിക്കം ഗ്രാജുവലി വിസിബിൾ അണ്ടർ ദ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ദി കമ്പാക്ഷൻ ഓഫ് ക്രോമോസോം കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലെപ്റ്റോട്ടിൻ. ഇവിടെ ക്രോമോസോംസ് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വിസിബിൾ ആണ്, കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ കണ്ടൻസേഷൻ തുടരുന്നു എന്നുള്ളതാണ്. തിൻ ത്രെഡ് സ്റ്റേജ് എന്നും ലെപ്റ്റോട്ടിൻ സ്റ്റേജിനെ വിളിക്കാറുണ്ട്. രണ്ടാമത്തേത് സൈഗോട്ടിൻ സ്റ്റേജ്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ഹോമോലോഗസ് ക്രോമോസോം സ്റ്റാർട്ട് പെയറിംഗ് ടുഗദർ ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് സിനാപ്സിസ്. ഇവിടെ ഹോമോലോഗസ് ക്രോമോസോംസ് പെയർഡ് സ്റ്റേറ്റിലേക്ക് വരികയാണ്. ഇതിനെ സിനാപ്സിസ് എന്ന് പറയുന്നു. സിനാപ്സിസ് ഈസ് അക്കമ്പനിഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് സ്ട്രക്ചർ കോൾഡ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ്. സിനാപ്സിഡ് ഹോമോലോഗസ് ക്രോമോസോം ഈസ് കോൾഡ് ബൈവാലന്റ് ഓർ ടെട്രാഡ്. The first 2 stages of prophase 1 are relatively short-lived. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, സിനാപ്സിസിന് സഹായകരമായി ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് വരുന്നു. അതിനെ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എന്ന് പറയുന്നു. അങ്ങനെ സിനാപ്സിസിന്റെ ഭാഗമായി ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് ഫോം ചെയ്യുന്നു. ലെങ്ത് വൈസ് ആയിട്ട് 2 ക്രോമോസോംസ് ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ 2 ഘട്ടങ്ങൾ ലെപ്റ്റോട്ടിൻ സ്റ്റേജും സൈഗോട്ടിൻ സ്റ്റേജും ഷോർട്ട് ലിവ്ഡ് ആണ്. നെക്സ്റ്റ് പാക്കറ്റിൻ സ്റ്റേജ്.
During this stage, bivalent chromosome appears as tetrad. This stage is characterized by the appearance of recombination nodules, the site at which crossing over occurs between non-sister chromatids. The enzyme involved is called recombinase. ഇവിടെ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ബൈവാലന്റ് ക്രോമസോംസ് ടെട്രാഡ് രൂപത്തിലാണ് കാണുന്നത്. അതായത് 4 ക്രോമാറ്റിഡ്സ് 2 സെൻട്രോമിയർ. ഇത്തരം അവസ്ഥയാണ് ടെട്രാഡ് സ്റ്റേജിൽ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത്. അതായത് ഈ സ്റ്റേജിൽ മറ്റൊരു കാര്യം കൂടി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. റീകോമ്പിനേഷൻ നോഡുൽ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രൊമാറ്റിഡുകൾ, നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ എക്സ്ചേഞ്ച് നടക്കുന്നു. ഇതിനെ ക്രോസിംഗ് ഓവർ എന്നാണ് വിളിക്കുന്നത്. റീകോമ്പിനേസ് എൻസൈം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിലൂടെയാണ് ജനറ്റിക് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് നടക്കുന്നതായി കാണുന്നത്. 4ാമത്തെ സ്റ്റേജ് ഡിപ്ലോട്ടിൻ സ്റ്റേജ്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് dissolution of synaptonymal complex and tendency of chromosome of the bivalent to separate from each other except at the site of crossovers. ഇവിടെ സിനാപ്റ്റോനിമൽ കോംപ്ലക്സിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്, ഡിസൊല്യൂഷൻ സംഭവിക്കുകയാണ്. അങ്ങനെ ബൈവാലന്റ് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ക്രോമസോമിന്റെ മധ്യഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രോമസോംസ് എക്സ് ഷേപ്പ്ഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുകയാണ്. അതിനെ കയാസ്മാറ്റ എന്നാണ് വിളിക്കുന്നത്. ഇൻ oocytes ഓഫ് സം വെർട്ടബ്രേറ്റ്സ് ഡിപ്ലോട്ടിൻ സ്റ്റേജ് ലാസ്റ്റ് ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ്. ഫീമെയിൽ വെർട്ടബ്രേറ്റ്സിന്റെ oocyteലെ ഡിപ്ലോട്ടിൻ സ്റ്റേജ് മാസങ്ങളോളം, കൊല്ലങ്ങളോളം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 5th സ്റ്റേജ് ഡയാകൈനസിസ്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ ഒക്കേഴ്സ്. അവിടെ കയാസ്മ ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. ദ ക്രോമസോംസ് ആർ ഫുള്ളി കണ്ടൻസ്ഡ് ആൻഡ് മിയോട്ടിക് സ്പിൻഡിൽ ഈസ് അസംബിൾഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ക്രോമസോംസ്. ഇവിടെ ക്രോമസോംസ് കണ്ടൻസ്ഡ് ആയിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അസംബ്ലി നടക്കുന്നു എന്നുള്ളതാണ്. ബൈ ദ എൻഡ് ഓഫ് ഡയാകൈനസിസ് ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയേഴ്സ്. ഇവിടെയും ഡയാകൈനസിസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡയാകൈനസിന്റെ എൻഡ് എന്ന് പറയുമ്പോൾ പ്രോഫേസിന്റെ എൻഡാണ്. സ്വാഭാവികമായും ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിനും ഡിസപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. മെറ്റാഫേസ് 1. ബൈവാലന്റ് ക്രോമസോം അലൈൻ ഓൺ ദി ഇക്വറ്റോറിയൽ പ്ലേറ്റ്. ദ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്ഡ് ടു ദ പെയർ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. ഇവിടെ ക്രോമസോംസ് ഇക്വറ്റോറിയൽ റീജിയണിൽ അലൈൻ ചെയ്യുന്നു. അവിടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോമിന്റെ കൈനറ്റോകോർ റീജിയനിൽ വന്ന് അറ്റാച്ച് ചെയ്യുകയാണ്. അനാഫേസ് 1. ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് വൈൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് റിമെയിൻ അസോസിയേറ്റഡ് അറ്റ് ദെയർ സെൻട്രോമിയേഴ്സ്. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഹോമോലോഗസ് ക്രോമസോമിന്റെ സെപ്പറേഷൻ മാത്രമാണ് കാണുന്നത്, സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ടെലോഫേസ് 1. ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയസ് റീഅപ്പിയർ. ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയസും വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. ആഫ്റ്റർ സൈറ്റോകൈനസിസ് ഡയോഡ് ഓഫ് സെൽസ് ആർ ഫോംഡ്. ടെലോഫേസ് 1 തുടർന്ന് സൈറ്റോകൈനസിസ് നടക്കുന്നു. അങ്ങനെ 2 സെല്ലുകൾ ഫോം ചെയ്യുകയാണ്. അതിന് ഡയോഡ് ഓഫ് സെൽസ് എന്ന് പറയുന്നു. ദ സ്റ്റേജ് ബിറ്റ്വീൻ 2 മിയോട്ടിക് ഡിവിഷൻ ഈസ് കോൾഡ് ഇന്റർകൈനസിസ്. ഇറ്റ് ഈസ് ഷോർട്ട് ലിവ്ഡ്. അതായത് മിയോസിസ് 1ന്റെയും 2ന്റെയും ഇടയ്ക്ക് ഒരു ഷോർട്ട് ഇന്റർവെൽ വരുന്നു. അതിനെ ഇന്റർകൈനസിസ് എന്നാണ് പറയുക. ഇന്റർകൈനസിസ് ഈസ് ഫോളോഡ് ബൈ മിയോസിസ് 2 അല്ലെങ്കിൽ പ്രോഫേസ് 2, എ മച്ച് സിംപ്ലർ പ്രോഫേസ് ദാൻ പ്രോഫേസ് 1. മിയോസിസ് 1 കഴിഞ്ഞാൽ മിയോസിസ് 2 ആണ്. എങ്കിൽ മിയോസിസ് 2 എന്ന് പറയുന്നത് ശരിക്കും മൈറ്റോസിസിന് തുല്യമാണ്. മിയോസിസ് 2 ഇറ്റ് റിസംബിൾസ് എ നോർമൽ മൈറ്റോസിസ്. ഇതിലാദ്യം പ്രോഫേസ് 2. മിയോസിസ് 2 ബിഗിൻസ് ആഫ്റ്റർ സൈറ്റോകൈനസിസ്. The nuclear membrane disappears by the end of prophase 2. The chromosome again become compact. ഇവിടെയും ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്യുന്നു. പ്രോഫേസിൽ എൻഡിൽ എന്തെല്ലാം സംഭവിക്കുന്നു അത് ഇവിടെ നടക്കുകയാണ്. മെറ്റാഫേസ് 2. At this stage, chromosome align at the equator and spindle fibers get attached to the kinetochore of the sister chromatids. സാധാരണ മെറ്റാഫേസിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്.
ക്രോമസോംസ് ഇക്വേറ്റർ റീജിയനിൽ അലൈൻ ചെയ്യുന്നു, സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അനാഫേസ് 2, it begins with the splitting of centromere of each chromosome, allowing them to move towards opposite poles of the cell. അനാഫേസ് 2 എന്ന് പറയുമ്പോൾ അതിലൊരു പ്രത്യേകതയുള്ളത് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡോട്ടർ ക്രോമസോംസ് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുകയാണ്. ടെലോഫേസ് 2, meiosis ends with the telophase 2, in which the two groups of chromosomes get enclosed by nuclear membrane. ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ടെലോഫേസ് 2ന്റെ ഒരു പ്രത്യേകത. സൈറ്റോകൈനസിസ് ഫോളോസ്, റിസൾട്ടിംഗ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ടെട്രാഡ് ഓഫ് സെൽസ്. അതായത് ടെലോഫേസ് 2നെ തുടർന്ന് സൈറ്റോകൈനസിസ് നടക്കുന്നു. അങ്ങനെ 4 ഡോട്ടർ സെല്ലുകൾ ഫോം ചെയ്യുന്നു. ടെട്രാഡ് ഓഫ് സെൽസ് എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് മിയോസിസ് 2ന്റെ എൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ആദ്യത്തെ ചോദ്യം, ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ഹാർട്ട് സെൽസ് ഡു നോട്ട് എക്സിബിറ്റ് സെൽ ഡിവിഷൻ. സച്ച് സെൽസ് ഡു നോട്ട് ഡിവൈഡ് ഫർദർ ആൻഡ് എക്സിറ്റ് ഡാഷ് ഫേസ് ടു എൻ്റർ ആൻ ഇനാക്റ്റീവ് സ്റ്റേജ് കോൾഡ് ഡാഷ് ഓഫ് ദ സെൽ സൈക്കിൾ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതിൽ ആദ്യത്തേതിൽ G1 രണ്ടാമത്തേതിൽ G0 നെക്സ്റ്റ്, the pairing of homologous chromosomes is called synapsis. Name each pair of homologous chromosomes. അതിനെ വിളിക്കുന്ന പേര് ബൈവാലന്റ് എന്നാണ്. Name the stage of prophase at which it takes place. പ്രധാനമായും സൈഗോട്ടിൻ സ്റ്റേജിലാണ് ഹോമോലോഗസ് ക്രോമസോംസിന്റെ പെയറിംഗ് നടക്കുന്നത്. ഒബ്സർവ് ദ ഗിവൺ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മിയോസിസ്, റിഡക്ഷൻ ഡിവിഷൻ. മൈറ്റോസിസ് ഡാഷ്. ഇവിടെ ഇക്വേഷണൽ ഡിവിഷൻ. What is quiescent stage? It is the inactive stage of cell cycle. In this stage, cells do not proliferate, but they are in metabolically active state. Next, given below are the 5 phases of prophase 1 of meiosis 1. Arrange them in correct order. Zygotin, diagenesis, diplotin, leptotin, പാക്കറ്റിൻ. ഇങ്ങനെ ഡിസോർഡറായി കൊടുത്തിരിക്കുന്നു. ഇത് ഓർഡറിലാക്കി എഴുതാനാണ് പറയുന്നത്. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയഗനസിസ്. ഇതാണ് കറക്റ്റ് സീക്വൻസ്. അനലൈസ് ദ കോളം എ ആൻഡ് ബി. അറേഞ്ച് ദ മാറ്റർ ഇൻ അപ്രോപ്രിയേറ്റ് ഓർഡർ. പാക്കറ്റിൻ, പ്രോഫേസ്, എസ് ഫേസ്, ഇന്റർഫേസ്, ഡയാഡ്, ടെലോഫേസ്, എം ഫേസ്, മൈറ്റോട്ടിക് ഫേസ്. ഇതാണ് മാച്ച് ആകുന്ന രീതി. നെക്സ്റ്റ്, ലൈഫ് സൈക്കിൾ ഓഫ് സെൽ ഈസ് കോൾഡ് സെൽ സൈക്കിൾ. എസ് ഫേസ് ഈസ് an important phase of cell cycle. A question, justify your answer. Phase of DNA synthesis. B question, name the stage of cell cycle at which the following events occur. ഇവിടെ സെൽ സൈക്കിളിൽ ഏതൊക്കെ ഫേസുകളിലാണ് ഈ പറയുന്ന ഇവന്റ്സ് നടക്കുന്നത്? ക്രോസിംഗ് ഓവർ ഓഫ് ഹോമോലോഗസ് ക്രോമസോം, പാക്കറ്റിൻ സ്റ്റേജ്. Pairing of homologous chromosome, zygotin stage. Chromosomes are arranged at equatorial plane, metaphase. ഇത്രയുമാണ്. Observe the given diagram of cell division. A. Identify the state. Metaphase. B. Label the parts A and B. A. Spindle fiber. B. Sister chromatids. C question. Mention any one peculiarity of the Packardin stage of meiosis. പാക്കറ്റിൻ സ്റ്റേജിന്റെ പെക്യുലാരിറ്റി. ക്രോസിംഗ് ഓവർ occurs between chromatids of homologous chromosomes. It gives the appearance of recombination nodule. Next, how cytogenesis is different in an animal and a plant cell. സൈറ്റോകൈനസിസ് അനിമൽസിലും പ്ലാന്റ്സിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? In plant cell, cytogenesis occurs by cell plate formation, while in animal cell it occurs by cell furrow formation. Next, how does anaphase of mitosis and anaphase 1 of meiosis differ from each other? In anaphase of mitosis, chromatids separate, while in anaphase 1 of meiosis, homologous chromosomes separate. ഇത്രയുമാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഈ വീഡിയോ ക്ലാസ്സിലൂടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടുകയുണ്ടായി. കൂടുതൽ നന്നായി പഠിക്കുകയും കൂടുതൽ ശ്രദ്ധയോടെ ആവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക് നേടാനായിട്ട് എല്ലാവർക്കും കഴിയുന്നതാണ്.
കൂട്ടുകാരിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.